Next I am going to discuss Rengikutta method of fourth order, which is the last topic in our module. Rengikutta method of fourth order. So same Euler's method, Rengikutta method of fourth order. ഇത് രണ്ടും നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് മെത്തേഡായിട്ടാണ് നമ്മളിത് രണ്ടും ഉപയോഗിക്കുന്നത്. അതായത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വി ഹാവ് ഗിവൺ dy/dx is equal to f of xy with two initial condition x0 y0. അതായത് x0 ആകുമ്പോൾ കറസ്പോണ്ടിങ് y0 വാല്യൂ എന്താണ് ഇനീഷ്യൽ ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. We have to find out the value of some particular y when x is equal to some particular 0.5 or 0. etc. അതാണ് നമുക്ക് തരും. അതായത് x ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും y എന്താണെന്ന് ഒറിജിനൽ ഫംഗ്ഷൻ ഏതാണെന്ന് അറിയാതെ തന്നെ നമ്മളത് കണ്ടുപിടിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാധാരണ ശരിക്കും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്തിട്ട് ആ y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യാറ്. സോ ഇവിടെ എന്താ വെച്ചാൽ ജസ്റ്റ് ആ വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ തന്ന നോട്ടിൽ ചിലപ്പോൾ രംഗക്കുട്ട മെത്തേഡ് ഓഫ് സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ ഒക്കെ കാണുന്നുണ്ടാവും, അതായത് ആ ടെക്സ്റ്റ് ബുക്ക് ഒരു PDF ഞാൻ തന്നതിൽ. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഫോർത്ത് ഓർഡറിൻ്റെ പ്രോബ്ലംസ് ആണ്. സോ അത് ആ രീതിയിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണുള്ളത് വെച്ചാൽ നമുക്കറിയാം ഒരു ഇനീഷ്യലായിട്ട് y0 നമുക്ക് x0 തന്നിട്ടുണ്ടാവും. ദെൻ ഓയിലേഴ്സ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു, y1 എന്ന് കണ്ടുപിടിക്കുന്നത് കറസ്പോണ്ടിങ് പ്രീവിയസ് വാല്യൂ വെച്ചിട്ടായിരുന്നു നമ്മൾ y0 ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ y1 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജനറലി ഇവിടെ എങ്ങനെയാണ് വെച്ചാൽ y1 എന്ന് പറയുന്നത് നമുക്കറിയാം ഇനീഷ്യൽ y0ൻ്റെ കൂടെ സം ഇൻക്രിമെൻറ്റ് ചേരുമ്പോഴാണ് നമുക്ക് പുതിയ വാല്യൂ y1 കിട്ടുക. അതായത് y ആദ്യം എത്രയായിരുന്നോ അതിൻ്റെ കൂടെ ചെറിയൊരു ഇൻക്രിമെൻറ്റ്, ആ ഇൻക്രിമെൻറ്റിന് നമ്മൾ ഡെൽറ്റ y എന്ന് പറയുന്നു. ഇൻക്രിമെൻറ്റ് ഇൻ വൈക്ക് നമ്മൾ ഡെൽറ്റ y എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഇൻക്രിമെൻറ്റ് ഇൻ y കാണാൻ സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാം, y1 എന്ന് പറയുന്നത് y0ൻ്റെ കൂടെ ചെറിയൊരു ഇൻക്രിമെൻറ്റ് ഡെൽറ്റ y ചേരുന്നതാണ് y1 എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഇപ്പോൾ y2 കണ്ടുപിടിക്കാൻ നമ്മൾ ഇതേപോലെ y1ൻ്റെ കൂടെ ചെറിയൊരു ഇൻക്രിമെൻറ്റ് ചേർത്ത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഇൻക്രിമെൻറ്റ് ഇൻ y എങ്ങനെ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇൻക്രിമെൻറ്റ് ഇൻ y ഡെൽറ്റ y ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഇക്വേഷൻ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. ഡെൽറ്റ y ഇൻക്രിമെൻറ്റ് ഇൻ y ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ദ യൂസിങ് ദ ഇക്വേഷൻ 1/6 ഇൻറ്റു k1 പ്ലസ് 2k2 പ്ലസ് 2k3 പ്ലസ് k4. ഇതാണ് നമ്മൾ ആദ്യം ഇവിടെ പഠിക്കുന്ന ഇക്വേഷൻ. ഇനി ഇതിൽ ഈ k1 k2 k3 k4 വീണ്ടും നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. k1 കാണാനുള്ള ഇക്വേഷൻ h ഇൻറ്റു f ഓഫ് x0 y0 നമ്മൾ ഓയിലേഴ്സ് മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ വരും. k1 എന്ന് പറയുന്ന വാല്യൂ കിട്ടണമെങ്കിൽ h ഇൻറ്റു f ഓഫ് x0 y0. h എന്ന് പറയുന്നത് ആ x വാല്യൂവിൻ്റെ ഡിഫറൻസിനാണ് പറയുന്നത്. ഇനി k2 കണ്ടുപിടിക്കുന്നത് h ഇൻറ്റു f ഓഫ് x വാല്യൂവിന് പകരം x0 പ്ലസ് h/2 ചെയ്യണം y0 പ്ലസ് k1/2. അതായത് ഇവിടെ നമുക്ക് എന്താണോ k1 കണ്ടുപിടിക്കുന്നത് അതിനെ നമ്മൾ /2 ചെയ്ത് അത് y0ൻ്റെ കൂടെ ആഡ് ചെയ്യണം. അത് ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മളിവിടെ k2 കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ k3 എന്ന് പറയുന്നത് h ഇൻറ്റു f ഓഫ് x0 പ്ലസ് h/2 ദെൻ y0 പ്ലസ് k2/2. ഈ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനാണ് ഇവിടെ നമുക്ക് പണിയുള്ളത്. ഇത് കണ്ടുപിടിച്ച് ഇൻക്രിമെൻറ്റ് ഇൻ y കണ്ടുപിടിച്ച് ചെയ്യണം. k4 കാണാനുള്ള ഇക്വേഷൻ h ഇൻറ്റു f ഓഫ് x0 പ്ലസ് h y0 പ്ലസ് k3. സോ ഈ 5 ഇക്വേഷൻസ്, അതായത് k1 k2 k3 k4 കാണാനുള്ള ഇക്വേഷനും അതുപയോഗിച്ച് ഇൻക്രിമെൻറ്റ് ഇൻ y കാണാനും പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിലെ സ്റ്റെപ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ k1 k2 k3 k4 ഈ ഇക്വേഷൻസ് തെറ്റാതെ പഠിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഈ k1 k2 k3 k4 നമ്മൾ കണ്ടുപിടിച്ച് ഈ ഇൻക്രിമെൻറ്റ് ഇൻ y എന്താണെന്ന് കണ്ടുപിടിക്കും. 1/6 ഇൻറ്റു ഇതിൽ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ആ ഇൻക്രിമെൻറ്റ് കിട്ടിയാൽ അത് y0ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് y1 പെർട്ടിക്കുലർ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ y1 നമ്മൾ എഴുതാൻ പോകുന്നത്. സോ y1 എന്ന് പറയുന്നത് y0ൻ്റെ കൂടെ ആ ഇൻക്രിമെൻറ്റ് ചേർത്ത് എഴുതുന്നതാണ്. സോ ഇതാണ് രഞ്ജിക്കുട്ട മെത്തേഡ് ഓഫ് ഫോർത്ത് ഓർഡർ. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്.
find y of point 2 from y dash is equal to y minus x, y of 0 equal to 2, taking h is equal to 0.1 using Renji-Kutta method of fourth order. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാനിവിടെ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ്. വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് വൈ മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് എടുക്കേണ്ടത് ഈ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷനെയാണ്. എന്താണത്? വൈ മൈനസ് എക്സ്. എഫ് ഓഫ് എക്സ് വൈ എടുത്തെഴുതി. ഇനി ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. വൈ ഓഫ് 0 ഈക്വൽ ടു 2, അതായത് എക്സ് 0 ആവുമ്പോൾ വൈ വാല്യൂ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത് 0 ആണ്, വൈ നോട്ട് എന്ന് പറയുന്നത് 2 ആണ്. എക്സ് 0 ആവുമ്പോൾ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ എക്സ് വാല്യൂ എന്താണ്? 0. വൈ വാല്യൂ വൈ നോട്ട് ഇസ് ഈക്വൽ ടു 2 അല്ലേ? ഇനി എച്ച് നമ്മൾ എത്ര എടുക്കേണ്ടത്? എച്ച് എന്ന് പറയുന്നത് 0.1 ആയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ വൈ ഓഫ് 0.2 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എച്ച് 0.1 എടുത്താൽ വൈ ഓഫ് 0.2 എത്താൻ എത്ര തവണ നമ്മൾ ചെയ്യണം നോക്കിക്കേ. ഇനീഷ്യൽ വാല്യൂ എക്സ് നോട്ടാണ് അല്ലേ? ഈ എക്സ് നോട്ടിൻ്റെ കൂടെ എച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് x1 കിട്ടും. അതായത് 0ൻ്റെ കൂടെ 0.1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.1 തന്നെ വരിക. ഇനി വീണ്ടും അടുത്തത് എക്സ് നോട്ടിൻ്റെ കൂടെ 2h, അല്ലെങ്കിൽ വേണ്ട x1ൻ്റെ കൂടെ വീണ്ടും ഈ എച്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് x2 കിട്ടും. അപ്പോൾ 0.1ൻ്റെ കൂടെ വീണ്ടും 0.1 ആഡ് ചെയ്യുമ്പോൾ 0.2. അപ്പോൾ എക്സ് 0.2 ആവുമ്പോഴുള്ള വൈ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വൈ ഓഫ് 0.2 അതാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് 0.2 ആവുമ്പോഴുള്ള കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്താ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചോദിച്ചാൽ ഇവിടെ എച്ച് 0.1 എടുക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ രഞ്ജിക്കുട്ട മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ 2 തവണ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇനീഷ്യലായിട്ട് എക്സ് നോട്ടും ഉണ്ട്, വൈ നോട്ടും ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കറിയാം y1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? y1 എന്ന് പറയുന്നത് വൈ നോട്ടിൻ്റെ കൂടെ ഇൻക്രിമെൻറ്റ് ഇൻ വൈ ആഡ് ചെയ്യുന്നതാണ്. അറിയാമല്ലോ, വൈ നോട്ടിൻ്റെ കൂടെ ആ ഇൻക്രിമെൻറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് y1 കിട്ടുന്നത്. ഇൻക്രിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെയാണ് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇൻക്രിമെൻറ്റ് ഇൻ വൈ കണ്ടുപിടിക്കാൻ നമ്മൾ 1/6 ഓഫ് k1 + 2k2 + 2k3 + k4 യൂസ് ചെയ്യണം. k1 എന്ന് പറയുന്നത് എന്താണ്? h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ 4 ഇക്വേഷൻസ്. സോ ഈ 4 ഇക്വേഷൻസ് ഉപയോഗിച്ച് k1 k2 k3 k4 കണ്ടുപിടിക്കണം. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻക്രിമെൻറ്റ് ഇൻ വൈ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് y1 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ k1 കണ്ടുപിടിക്കാൻ h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിൻ്റെ സ്ഥാനത്ത് 0.1. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരുന്നു? 0 ആയിരുന്നു. വൈ നോട്ട് എന്ന് പറയുന്നത് 2 ആയിരുന്നു. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എപ്പോഴും ആലോചിക്കുക. എഫ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു? വൈ മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇത് എക്സ് വാല്യൂ, ഇത് വൈ വാല്യൂ. അപ്പോൾ ഈ വൈ മൈനസ് എക്സ് ചെയ്താൽ ഫംഗ്ഷൻ ആയല്ലോ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 0.1 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വൈ മൈനസ് ആണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 2 - 0 ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ 2 - 0 കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 0.1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 0.2 എന്ന് വരും. അപ്പോൾ k1 നമുക്ക് കിട്ടി. ഇനി അടുത്തത് k2 എഴുതണം. k2 കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എച്ച് ഇക്വേഷൻ എഴുതാം. എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ 2 വൈ നോട്ട് പ്ലസ് k1/2. ഇതാണ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എച്ചിൻ്റെ വാല്യൂ 0.1 എഴുതി. ഇനി എക്സ് നോട്ട് എന്തായിരുന്നു? 0 ആയിരുന്നു. എച്ച് എന്തായിരുന്നു? 0.1/2. അപ്പോൾ ഇത്രയും ഇത് ആദ്യം ചെയ്യണം. ഈ എക്സ് വാല്യൂ എന്താ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതുപോലെ വൈ നോട്ട് എന്തായിരുന്നു? 2 ആയിരുന്നു. k1 എന്താ ഇപ്പം കിട്ടിയത്? അതായത് 0.2/2. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ വരുന്നത് 0.1 ഇൻറ്റു എഫ് ഓഫ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് 0.1 / 2? കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 0.05 വരും. ഓക്കെ, ഇനി 2 + 0.2/2 ചെയ്യുമ്പോൾ നമുക്ക് 2. ഇവിടെ ശ്രദ്ധിക്കുക, ഈ k1ൻ്റെ താഴത്ത് മാത്രമേ /2 ഉള്ളൂ. വൈ നോട്ടിൻ്റെ കൂടെ k1/2 ആഡ് ചെയ്യണം എന്നാണ് ഇക്വേഷൻ. അപ്പോൾ വൈ നോട്ട് എഴുതി,
പ്ലസ് k1/2 അല്ല ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് എഴുതരുത്, തെറ്റിപ്പോവും. മനസ്സിലായോ? അപ്പോൾ 0.2/2 എന്ന് എഴുതുക. അപ്പോൾ 2.1 എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? y മൈനസ് എക്സ് അല്ലേ? അപ്പോൾ ഇത് വൈയും ഇത് എക്സും, y മൈനസ് എക്സ് ചെയ്യുക. ദാറ്റ് ഈസ് 0.1 ഇൻറ്റു 2.1 മൈനസ് 0.05 എന്ന് വരും. ദാറ്റ് ഈസ് 0.205 എന്ന ആൻസർ കിട്ടും. ക്ലിയർ? അപ്പോൾ K1 കിട്ടി, K2 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? K3 കാണണം. ഇതേപോലെ തന്നെ. സോ K3 ആണ് അടുത്തത്. സോ K3 കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? K3 കാണണമെങ്കിൽ h ഇൻറ്റു എഫ് ഓഫ് എന്താ നമ്മുടെ ഇക്വേഷൻ? എഫ് ഓഫ് x0 പ്ലസ് h/2 y0 പ്ലസ് k2/2. ഓക്കെ, ഇതാണ് K3 കാണാനുള്ള ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. h എന്ന് പറയുന്നത് 0.1 ആണ്. എഫ് ഓഫ് x0ൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു? ഇവിടെ 0 ആയിരുന്നു. 0ൻ്റെ കൂടെ h/2 അത് സെയിം തന്നെ വരിക, 0.05 വരും. 0 പ്ലസ് അത് വരും. y0 സ്ഥാനത്ത് 2 ആയിരുന്നു. ഇപ്പോൾ കണ്ടുപിടിച്ച K2 എന്തായിരുന്നു? 0.205 ആണ്. സോ 205 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ദാറ്റ് ഈസ് 0.1 ഇൻറ്റു എഫ് ഓഫ് 0.5 2.1025 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 0.1. ഇനി എഫ് ഓഫ് എക്സ് വൈ എന്താണ്? y മൈനസ് എക്സ്. അപ്പോൾ ഇത് y വാല്യൂ, ഇത് എക്സ് വാല്യൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. ദാറ്റ് ഈസ് 2. ഇവിടെ പോയിന്റ് ഇല്ല കേട്ടോ. 2.1025 മൈനസ് 0.05 എന്ന് വരും. ഇനി ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 0.20525 എന്ന് വരും. ഓക്കെ, ഇനി K4 കാണണം. K4 കാണാനുള്ള ഇക്വേഷൻ എഴുതുക. h ഇൻറ്റു എഫ് ഓഫ് x0 പ്ലസ് എച്ചും y0 പ്ലസ് K3 ആണ് ഇക്വേഷൻ. അതായത് 0.1 ഇൻറ്റു എഫ് ഓഫ് x0 0, എച്ചിൻ്റെ സ്ഥാനത്ത് 0.1, y0 എന്ന് പറയുന്നത് 2 ആണ്. K3 ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? 0.20525 അല്ലേ? ദാറ്റ് ഈസ് 0.1 ഇൻറ്റു എഫ് ഓഫ് 0.1, ഇത് ആഡ് ചെയ്യുമ്പോൾ 2.20525 വരും. ഇനി ദാറ്റ് ഈസ് 0.1. ഇത് എക്സ് വാല്യൂ, ഇത് y വാല്യൂ. എഫ് ഓഫ് എക്സ് വൈ എന്താണ്? y മൈനസ് എക്സ് ആണ് ഈ പ്രോബ്ലത്തിൽ. അപ്പം നമ്മൾ ഇതിൻ്റെ 2.20525 മൈനസ് 0.1 കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 0.210525. അപ്പോൾ K1, K2, K3, K4 കിട്ടിക്കഴിഞ്ഞു അല്ലേ? സോ നമ്മളിനി ഇൻക്രിമെൻ്റ് ഇൻ y കണ്ടുപിടിക്കാം. therefore ഇൻക്രിമെൻ്റ് ഇൻ y എങ്ങനെ കാണുക? ഡെൽറ്റ y കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/6 K1 പ്ലസ് 2K2 പ്ലസ് 2K3 പ്ലസ് K4. ഇതാണ് ഇതിൽ സ്റ്റെപ്പ് പഠിക്കാനുള്ളൂ. 1/6 ഇൻറ്റു K1 എന്താ കിട്ടിയത്? 0.2. 2 ഇൻറ്റു K2 എന്താ കിട്ടിയത്? 0.205 പ്ലസ് 2 ഇൻറ്റു K3 എന്താ കിട്ടിയത്? K3 ഇപ്പം നമുക്ക് കിട്ടിയത് 0.20525 പ്ലസ് K4 0.210525 ഉണ്ടോ? ഇനി ഇത്രയും വാല്യൂസ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 0.20517 കിട്ടി. അതായത് ഇൻക്രിമെൻ്റ് ഇൻ y, ഫസ്റ്റ് ഇൻക്രിമെൻ്റ് ഇൻ y എത്രയാണ് കിട്ടിയത്? 0.20517. സോ therefore y1 എന്ന് പറയുന്നത് y0 പ്ലസ് ദിസ് ഇൻക്രിമെൻ്റ് ആണ്. y0 എന്തായിരുന്നു? 2 ആയിരുന്നു. 2ൻ്റെ കൂടെ ഈ ഇൻക്രിമെൻറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക 2.20517. അപ്പോൾ y1 നമ്മൾ കണ്ടുപിടിച്ചു 2.20517. ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിങ്ങളോട്. നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് y അറ്റ് 0.2 ആണ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് y1 ആണ്. അതായത് x1 0.1 ആവുമ്പോഴുള്ള കറസ്പോണ്ടിങ് y വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതേപോലെ ഒരു രീതിയും കൂടി നമ്മൾ ഇതേപോലെ ചെയ്യണം. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? y1 ആണ്. y1 എന്ന് പറയുന്നത് എന്താണ്? y1 ഈസ് y അറ്റ് x1 ആണ്. എന്താ x1 ഇവിടെ? 0.1. മനസ്സിലായോ? y1 മീൻസ് y അറ്റ് x1 ആണ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ y ഓഫ് 0.1 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അതായത് എന്താ ഇപ്പോൾ കിട്ടിയത്? 2.20517. അപ്പോൾ ഇവിടുത്തെ ഇനി പുതിയ വാല്യൂ നോക്കിയാൽ x1 എന്ന് പറയുന്നത് 0.1ഉം
y1 എന്ന് പറയുന്നത് 2.20517 ആണ്. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ ഇനി y2 കണ്ടുപിടിക്കണം. y2 എങ്ങനെ കാണാം? y2 എന്ന് പറയുന്നത് y1ൻ്റെ കൂടെ ചെറിയൊരു ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യുമ്പോഴാണ് വരുന്നത് അല്ലേ? y2 കണ്ടുപിടിക്കണമെങ്കിൽ y1ൻ്റെ കൂടെ ആ ഇൻക്രിമെൻ്റ് ഇൻ y കാണണം. ഇനി ഇൻക്രിമെൻ്റ് ഇൻ y എങ്ങനെ കാണാം? നമ്മുടെ ഇക്വേഷൻ 1/6 ഇൻറ്റു k1 പ്ലസ് 2k2 പ്ലസ് 2k3 പ്ലസ് k4 അല്ലേ? ഇനി k1 ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. k1 കാണാൻ h ഇൻറ്റു നമ്മൾ സാധാരണ x0 y0, അപ്പോൾ ഇവിടെ y1 ഉപയോഗിച്ചിട്ടല്ലേ കാണുന്നത്. അപ്പോൾ ഇവിടെ x1 y1 എന്ന് കൊടുക്കണം. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. അപ്പോൾ k1 കാണാൻ x1 y1 ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ കണ്ടുപിടിക്കുക? അതുപോലെ ഓരോന്നും എഴുതി തരാം ഞാൻ. k2 എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് ഓഫ് x1ൻ്റെ കൂടെ h/2 ആഡ് ചെയ്യണം. അതുപോലെ y1ൻ്റെ കൂടെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച k1/2 ചെയ്യണം. k3 എന്ന് പറയുന്നത് h ഇൻറ്റു നേരത്തെ നമ്മളൊക്കെ x0 വെച്ചിട്ട് എഴുതിയത്, ഇതൊക്കെ x1 y1 വെച്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ x1 പ്ലസ് h/2 തന്നെ y1 പ്ലസ് k2/2 വരും k3 കാണണമെങ്കിൽ. k4 എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് ആ ഫുൾ h എടുക്കണം, ദെൻ y1 പ്ലസ് k3 എടുക്കണം. ഇത് 4 കണ്ടുപിടിച്ച് ഇൻക്രിമെൻ്റ് ഇൻ y ആണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ x1 y1 ഉപയോഗിച്ചിട്ടും ചെയ്യണം എന്നർത്ഥം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? ഞാൻ വേഗം എഴുതി കാണിച്ചു തരാം. k1 നമ്മൾ കാണുന്നത് h ഇൻറ്റു എഫ് ഓഫ് എക്സ്, അപ്പോൾ h എന്ന് പറയുന്നത് 0.1 തന്നെ. ഓക്കെ, ഇനി എഫ് ഓഫ് x1ൻ്റെ സ്ഥാനത്ത് എന്താണ്? 0.1 എന്ന് കൊടുക്കണം. y1ൻ്റെ സ്ഥാനത്ത് ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? y1 2.20517 കണ്ടോ? ദാറ്റ് ഈസ് 0.1 ഇൻറ്റു എന്താ? എഫ് ഓഫ് എക്സ് വൈ. ഈ പ്രോബ്ലത്തിൽ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു? y മൈനസ് എക്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ y വാല്യൂവിൽ നിന്ന് എക്സ് വാല്യൂ കുറയ്ക്കുക. അതായത് 2.20517 മൈനസ് 0.1. ദാറ്റ് ഈസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 0.210517 എന്ന് കിട്ടും k1ൻ്റെ വാല്യൂ. ഓക്കെ, ഇനി k2 കണ്ടുപിടിക്കുന്നത് h ഇൻറ്റു ഇതല്ല ഇക്വേഷൻ, h ഇൻറ്റു 0.1 ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് h/2. x1 എന്തായിരുന്നു? 0.1 അല്ലേ? 0.1ൻ്റെ കൂടെ 0.1/2 ചെയ്യണം. പിന്നെ k2ൻ്റെ കൂടെ y1ൻ്റെ കൂടെ y1 പ്ലസ് k1/2. y1 എന്തായിരുന്നു? 2.20517 കൂടെ k1 0.2100517/2 ചെയ്യണം. ഓക്കെ, x1 പ്ലസ് h/2 y1 പ്ലസ് k1/2. ഇപ്പോൾ കണ്ടുപിടിച്ച k1/2. അപ്പോൾ എന്താ വരുന്നത്? 0.1 ഇൻറ്റു എഫ് ഓഫ് ഇത് 0.1ൻ്റെ കൂടെ 0.1/2 എന്ന് പറയുന്നത് 0.15 ആണ് വരുന്നത്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 2.31042 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഫോർമാറ്റായി. എഫ് ഓഫ് എക്സ് വൈ എന്താ? y മൈനസ് എക്സ്. അപ്പോൾ 2.31042 മൈനസ് സബ്ട്രാക്ട് ചെയ്യുക 0.15 എന്ന് വരും. സോ എന്താ ആൻസർ വരുന്നത്? ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ ആൻസർ 0.21604. അപ്പോൾ k2 വരെ കിട്ടി അല്ലേ? k2 കിട്ടി. ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത് k3 ആണ്. സോ k3 കാണാനുള്ള ഇക്വേഷൻ k3 എങ്ങനെ കാണാം? ഇതേപോലെ h ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് h/2 y1 പ്ലസ് k2/2. ഇതാണ് ഇക്വേഷൻ നമ്മുടെ. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.1 ഇൻറ്റു എഫ് ഓഫ് x1ൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓൾറെഡി x1 പ്ലസ് h/2 കണ്ടിട്ട് 0.15 ആണ്. ഇനി y1ൻ്റെ കൂടെ 2.20517 കൂടെ k2/2 0.21604 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ k2. അതിനെ ഡിവൈഡ് ചെയ്യുക ബൈ 2 കൊണ്ട് ചെയ്യുക. അപ്പോൾ എന്താ വരുന്നത്? 0.1 എഫ് ഓഫ് 0.15. ഇതൊന്നും നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.313191 എന്ന് വരും. ദാറ്റ് ഈസ് 0.1 ഇൻറ്റു ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഫോർമാറ്റ് ആയില്ലേ? അപ്പോൾ y മൈനസ് എക്സ് 2.313191 മൈനസ് 0.15. ഇത് കാൽക്കുലേറ്റർ വെച്ചിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യുക ഇൻറ്റു 0.1 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.21
632. അപ്പോൾ K3 കിട്ടി കഴിഞ്ഞു. ഇനി K4 കാണാം. K4 കാണാനുള്ള ഇക്വേഷൻ h ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് ആ h ഫുള്ള് എടുക്കണം, പിന്നെ y1 പ്ലസ് K3ൻ്റെ വാല്യൂ ഫുള്ള് എടുക്കണം. അപ്പോൾ 0.1 ഇൻറ്റു എഫ് ഓഫ്, അപ്പോൾ ഇതെന്താവും 0.2 എന്നാവും. x1 എന്തായിരുന്നു 0.1, 0.1ൻ്റെ കൂടെ വീണ്ടും h ആഡ് ചെയ്യുമ്പോൾ എന്താവും 0.2 എന്നാവും. ഇനി y1 എന്തായിരുന്നു 2.20517 ആണ് y1 കിട്ടിയത്. K3 പറയണത് ഇപ്പോൾ കിട്ടിയ വാല്യൂ 21632 എന്ന് വരും. അതും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 0.1 എഫ് ഓഫ് എക്സ് വാല്യൂ 0.2 തന്നെ. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ y വാല്യൂ കിട്ടും. അത് നമുക്ക് വരുന്നത് 2.42149 എന്നാണ്. സോ ഇനി നമ്മൾ 0.1 ഇൻറ്റു y മൈനസ് എക്സ് ചെയ്യുക. 2.42149 മൈനസ് 0.2 ദാറ്റ് ഈസ് നമുക്കപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ വരുന്നത് 0.22214 എന്നാണ്. മനസ്സിലായി? അപ്പോൾ K1, K2, K3, K4 കണ്ടു. അപ്പോൾ നമുക്കിനി ഇൻക്രിമെൻറ്റ് ഇൻ y കാണാം. ദെർഫോർ ഡെൽറ്റ y ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു K1 കിട്ടിയത് 0.2105 എന്നായിരുന്നു. ദെൻ 2 ഇൻറ്റു K2 0.21604 എന്നായിരുന്നു. പ്ലസ് 2 ഇൻറ്റു K3 നമുക്ക് കിട്ടിയത് 0.21632 എന്നാണ്. പ്ലസ് K4 per 0.22214 എന്ന് വരും. ദാറ്റ് ഈസ് ഇതിൽ നിന്ന് കാൽക്കുലേറ്ററിൽ നമ്മൾ അടിച്ചു കൊടുത്ത് 21622 എന്ന് വരും. അപ്പോൾ ഇൻക്രിമെൻ്റ് y1ൻ്റെ കൂടെ ചേർക്കേണ്ട ആ ഇൻക്രിമെൻ്റ് കിട്ടി. ദെർഫോർ y2 എന്ന് പറയുന്നത് y1ൻ്റെ കൂടെ ആ ഇൻക്രിമെൻ്റ് ചേർക്കണം. അതായത് y1 നമുക്ക് എത്രയായിരുന്നു 20517 ആയിരുന്നു. അതിൻ്റെ കൂടെ ഇൻക്രിമെൻറ്റും കൂടി നമ്മൾ ചേർക്കുക. ഓക്കെ, അപ്പോൾ 0.21622 എന്ന് വരും. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഇത് നമ്മൾ കണ്ട 2.42139. അപ്പോൾ y2 കിട്ടി. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്, y2 എന്ന് പറയുന്നത് ശരിക്കും y അറ്റ് x2 ആണ്. ഓക്കെ, അതായത് y അറ്റ് 0.2 ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നതും. y അറ്റ് x2നാണ് നമ്മൾ y2 എന്ന് പറയുന്നത്. സോ y അറ്റ് 0.2 ഇപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് 2.42139. ഇതാണ് രഞ്ജിക്കുട്ട മെത്തേഡ് ഓഫ് ഫോർത്ത് ഓർഡർ. അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള 2-3 കാര്യങ്ങൾ, ആ ഇക്വേഷൻസ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ y ഓഫ് 0.1 നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഒരു പ്രാവശ്യം ആ ഇൻക്രിമെൻറ്റ് കണ്ടുപിടിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതായത് y1 കണ്ടുപിടിച്ചു, K1, K2, K3, K4 കണ്ട് ആ സ്റ്റാർട്ടിങ്ങിലില്ലേ y1 ഇതിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമ്മളോട് y2 ആണ്, y ഓഫ് 0.2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 തവണ സെയിം മെത്തേഡ് വെച്ച് ചെയ്യണം. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്നു y1 കാണാൻ y0ൻ്റെ കൂടെ ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യണം. y2 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ y1ൻ്റെ കൂടെ അതേ ഇൻക്രിമെൻ്റ് ആഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ y1 കാണാൻ നമ്മൾ എഫ് ഓഫ് x0 y0 ഉപയോഗിച്ചിട്ടാണ് K1, K2 ഒക്കെ കണ്ടുപിടിച്ചത്. പക്ഷേ y2 ആണ് ചോദിക്കണമെങ്കിൽ x1 y1 ഉപയോഗിച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.